കോഴിക്കോട് മാനിപുരം ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട 10 വയസ്സുകാരി തൻഹയ്ക്കായുള്ള തെരച്ചിൽ തുടരുന്നു. തിരുവോണ ദിനത്തിലാണ് തൻഹ ഒഴുക്കിൽപ്പെട്ടത്. വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട്. റിയാസ്, ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട 10 വയസ്സുകാരിക്കുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കാർത്തു, ഈ മൂന്നാം ദിവസവും ഉള്ള തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെയെല്ലാം രാത്രി വരെയാണ് തെരച്ചിൽ നടത്തിയത്. അഗ്നിരക്ഷാസേന 3 യൂണിറ്റുകളായി തിരിഞ്ഞാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. പ്രത്യേകിച്ച് മുക്കം അഗ്നിരക്ഷാസേനയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്. കൂടാതെ മീഞ്ചന്തയിൽ നിന്നും വെള്ളിമാടുകുന്നിൽ നിന്നുമുള്ള അഗ്നിരക്ഷാസേനയുടെ അധികൃതർ, ജില്ലാ അഗ്നിരക്ഷാസേനയുടെ സ്കൂബ ഡൈവിംഗ് ടീം അംഗങ്ങൾ തുടങ്ങിയ ആളുകളാണ് ഈ തെരച്ചിലിൽ പങ്കാളികളാവുന്നത്. നമുക്കറിയാം, തിരുവോണ ദിവസമാണ് ഈ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത്. ഉമ്മയുടെയും സഹോദരൻ്റെയും കൂടെ കുളിക്കാനെത്തിയ തൻഹ ഷെറിൻ എന്ന 10 വയസ്സുകാരി കാൽ വഴുതി നേരെ മാനിപുരത്ത് ചെറുപുഴയിലേക്ക് വീഴുകയായിരുന്നു. ആ കുട്ടിയെ പിന്നീട് കിട്ടിയില്ല. ഈ പൊതുവെ ചെറുപുഴയ്ക്ക് ആഴം കുറവാണ്, അതുകൊണ്ട് ഇവിടെ ആളുകൾ കുളിക്കാനും വസ്ത്രം കഴുകാനും ഒക്കെയായി എത്താറുണ്ട്. അങ്ങനെ എത്തിയതായിരുന്നു ഈ തൻഹ. ഉമ്മയുടെ കൂടെ വസ്ത്രങ്ങൾ കഴുകാനായി എത്തിയതായിരുന്നു. അതിനിടെയാണ് കുട്ടി അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് 12 വയസ്സുകാരനായ സഹോദരൻ, അനിയത്തി ഇങ്ങനെ വീണത് കണ്ട് രക്ഷിക്കാനായി എടുത്ത് ചാടി. ആ സഹോദരനും ഒഴുക്കിൽപ്പെട്ടിരുന്നു. പക്ഷേ ഉമ്മയുടെയും ഈ സഹോദരൻ്റെയും നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തി ആദ്യം സഹോദരനെ രക്ഷിക്കാൻ മാത്രമാണ് അവർക്ക് സാധിച്ചത്. ഈ 2 ദിവസം തെരച്ചിൽ നടത്തിയിട്ടും തൻഹയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൻഹ ഒന്നുകിൽ ഈ പാറക്കെട്ടുകളും ഒപ്പം തന്നെ മരച്ചില്ലകളും ഒക്കെ ധാരാളമുള്ള ഒരു പുഴയാണിത്. അതുകൊണ്ട് ഈ മരച്ചില്ലകൾക്കിടയിലോ പാറക്കെട്ടുകൾക്കിടയിലോ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതാണ് സംശയം. മറ്റൊന്ന്, ഈ ചുഴി കൂടുതലായിട്ടുള്ളൊരു പ്രദേശമാണ്. ചുഴി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചുഴിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ മുകളിൽ മണ്ണ് വന്നടിഞ്ഞ് അതിനടിയിൽ പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഈ ചുഴി കൂടുതലുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഈ എത്ര വലിയ മുങ്ങൽ വിദഗ്ധരായാലും ചുഴിയിൽ ഇറങ്ങി പരിശോധന നടത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. എങ്കിൽ കൂടിയും ഇന്നലെയെല്ലാം ഡിങ്കി ബോട്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് 2 കിലോമീറ്റർ പരിധിയിൽ അഗ്നിരക്ഷാസേന തെരച്ചിൽ നടത്തിയിരുന്നു. നാട്ടുകാരുടെ വലിയ സഹായമുണ്ട്. ഈ 2 കിലോമീറ്റർ ദൂരത്തിലെല്ലാം തന്നെ നാട്ടുകാരും ഈ തുടക്കം മുതൽ തന്നെ ഈ പുഴയുടെ ഇരുകരകളിലുമായി നിരന്നു നിൽക്കുന്നതുകൊണ്ട് ഏറെ ദൂരേക്ക് ഒഴുകിപ്പോയിട്ടില്ല എന്നൊരു നിഗമനത്തിലാണ് അഗ്നിരക്ഷാസേനയുള്ളത്. ഇന്നെങ്കിലും തൻഹയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ഊർജിതമായ തെരച്ചിലാണ് 3-ാം ദിവസം നടക്കുന്നത്. ഈ ചുഴിയിൽ അകപ്പെട്ടു പോയോ എന്നുള്ളതാണ് പ്രധാനമായും സംശയിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തെരച്ചിലിൻ്റെ സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. നിലവിൽ പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് അനുകൂലമായി നിൽക്കുമ്പോഴും ചുഴി മാറാത്തത് അത് വലിയ ഒരു പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ് കാർത്തു.